എല്ലാവർക്കും നമസ്കാരം. സൗന്ദര്യലഹരി പഠനം 80-ാം ദിവസം. ഓം ശ്രീ മഹാദേവിയേ നമ. ഓം ശ്രീ മഹാത്രിപുരസുന്ദരിയേ നമ. ഓം ശ്രീ ആദിപരാശക്തിയേ നമ. സൗന്ദര്യലഹരി ശ്ലോകം 80. കുജൗ സദ്യ സ്വിദ്യ തടഘടിത കൂർപ്പാസ ഭിതിരൗ കഷന്തൗ ദോർമൂലേ കനകകലശാഭൗ കലേത തവത്രാതും ഭംഗാതലമിതി വലഗ്നം തനുഭുവ ത്രിധാനത്ഥം ദേവി ത്രിവലി ലവലീവല്ലി ഫിരിവ. കുജൗ സദ്യ സ്വിദ്യത്തടഘടിത കൂർപ്പാസ ഭിതുരൗ കഷന്തൗ ദോർമൂലേ കനകകലശാഭൗ കലേത തവ ത്രാതും ഭംഗാതലമിതി വലഗ്നം തനുഭുവ ത്രിധാനത്ഥം ദേവി ത്രിവലി ലവലീവല്ലിഭി ഇവ. അല്ലയോ മഹാദേവി, എപ്പോഴും വിയർക്കുന്ന സ്തനതടത്തിൽ കെട്ടപ്പെട്ട, ഇവിടെയും ദേവിയുടെ സ്തനത്തിൻ്റെ സൗന്ദര്യമാണ് വർണ്ണിക്കുന്നത്, സ്തനങ്ങളുടെ സൗന്ദര്യം വർണ്ണിക്കുന്നു. അല്ലയോ മഹാദേവി, എപ്പോഴും വിയർക്കുന്ന സ്തനതടത്തിൽ കെട്ടപ്പെട്ട കഞ്ചുകം എന്ന് പറഞ്ഞാൽ വസ്ത്രം, ആ സ്തനതടത്തിൽ കെട്ടപ്പെട്ട ആ കഞ്ചുകത്തെ, ആ വസ്ത്രത്തെ പിളർക്കുന്നവയും ഭേദിക്കുന്നവയും ബാഹുമൂലങ്ങളിൽ ചെന്ന് മുട്ടുന്നവയും, മൂലങ്ങളിൽ എന്ന് വെച്ചാൽ കക്ഷത്തിൽ ചെന്ന് മുട്ടുന്നതും കനകകുംഭങ്ങൾ പോലെ സ്വർണം പോലെ ശോഭിക്കുന്നവയുമായ നിന്തിരുവഴിയുടെ സ്ഥലങ്ങളെ നിർമ്മിച്ച മന്മഥൻ ഈ കൃശമായ മധ്യപ്രദേശത്തെ ഒടിഞ്ഞു പോകാതെ രക്ഷിപ്പാനായി ത്രിവലികളാകുന്ന ലവലീവല്ലികളാൽ 3 ചുറ്റിട്ട് കെട്ടിയിരിക്കുന്നു എന്ന് തോന്നുന്നു. അപ്പോൾ ദേവിയുടെ സ്തനഭാരത്തെക്കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ ദേവി എപ്പോഴും വിയർക്കുന്നു. അതുകൊണ്ട് തന്നെ സ്തനതടത്തിൽ കെട്ടപ്പെട്ട കഞ്ചുകം, ആ വസ്ത്രം എപ്പോഴും നനഞ്ഞിരിക്കും. അപ്പോൾ അതെപ്പോഴാണ് പൊട്ടിപ്പോകുന്നതെന്ന് അറിയത്തില്ല. അപ്പോൾ പോരായെങ്കിൽ വലിപ്പമുള്ളത് കൊണ്ട് ദേവിയുടെ സ്തനങ്ങൾ എപ്പോഴും വലിയ വലിപ്പമാണ് ദേവിയുടെ സ്തനങ്ങൾക്ക്. അത് കക്ഷത്തിൽ ചെന്ന് മുട്ടുന്നു, ബാഹുമൂലങ്ങളിൽ എന്ന് വെച്ചാൽ കക്ഷത്തിൽ ചെന്ന് മുട്ടുന്നവയാണ്. അതുപോലെ തന്നെ കനകകുംഭങ്ങൾ പോലെ ശോഭിക്കുന്നവയുമാണ്. സ്വർണ്ണക്കുംഭങ്ങൾ പോലെ, സ്വർണ്ണക്കുടങ്ങൾ പോലെ ശോഭിക്കുന്നവയാണ് ദേവിയുടെ സ്തനങ്ങൾ. അതിനെ നിർമ്മിച്ചത് മന്മഥനാണ്, കാമേശ്വരനാണ്. ഈ കൃശമായ മധ്യപ്രദേശത്തെ ഒടിഞ്ഞു പോകാതെ, അപ്പോൾ ഇതിൻ്റെ ഭാരം കൊണ്ട്, ഈ സ്തനങ്ങളുടെ ഭാരം കൊണ്ട് അത് എപ്പോൾ വേണമെങ്കിലും ഒടിഞ്ഞു പോകാം എന്നുള്ള അവസ്ഥയിലാണ് നിൽക്കുന്നത്. അപ്പോൾ അതിനെ ഒടിഞ്ഞു പോകാതെ രക്ഷിപ്പാനായി രക്ഷിക്കാനായിട്ട് കാമേശ്വരൻ ചെയ്യുന്നു? ത്രിവലികളാകുന്ന ലവലീവല്ലികളാൽ 3 ചുറ്റിട്ട് കെട്ടിയിരിക്കുന്നുവോ എന്ന് തോന്നും. അപ്പം ഈ കൃശമായ മധ്യപ്രദേശം പൊട്ടിപ്പോകാതിരിക്കാൻ വേണ്ടി ലവലീവല്ലികൾ കൊണ്ട് 3 ചുറ്റിട്ട് കെട്ടിയിരിക്കുന്നു എന്ന് തോന്നും ഇത് കണ്ടാൽ. അല്ലയോ ദേവി, കാമേശ്വരൻ്റെ എന്താ പറയുന്നത്, കാമേശ്വരനാണല്ലോ ഇത് ദേവിയുടെ സ്തനങ്ങളെ നിർമ്മിച്ചത്. അപ്പം ദേവിയുടെ സ്തനങ്ങൾ എപ്പോഴും വിയർക്കുമെന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ അതുപോലെ തന്നെ വലിപ്പം വെച്ചുകൊണ്ടിരിക്കുന്നതായതുകൊണ്ട് തന്നെ ഇത് എപ്പോഴും പ്രതിക്ഷണം വിജൃംഭണം ചെയ്യുന്നു എന്ന് വെച്ചാൽ വികസിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ സ്തനതടത്തിൽ കെട്ടപ്പെട്ട ആ വസ്ത്രത്തെ പണ്ട് റൗക്ക എന്ന് പറയുന്ന ഒരു ഇതായിരുന്നു, റൗക്ക കെട്ടിയായിരുന്നു ഈ സ്തനഭാരങ്ങളെയൊക്കെ കെട്ടി വെച്ചിരുന്നത്. അപ്പോൾ പണ്ടത്തെ അമ്മമാരൊക്കെ ഉപയോഗിക്കുന്ന ഒരു വസ്ത്രമാണ് റൗക്ക. അപ്പോൾ ഇങ്ങനെ സ്തനഭാഗത്ത് ഇത് കെട്ടി മുറുക്കി വെച്ചേക്കുമായിരുന്നു. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുകയാണ്, സ്തനതടത്തിൽ കെട്ടപ്പെട്ട റൗക്കയെ പൊട്ടിക്കുന്നവയും എന്ന് വെച്ചാൽ അതുപോലും ഇപ്പം നനവുള്ളത് കൊണ്ട് തന്നെ പൊട്ടിപ്പോകുമോ എന്നുള്ളതാണ്. കനകകുംഭ സദൃശ്യങ്ങളാണ് വലിപ്പം കൊണ്ട് കക്ഷപ്രദേശത്തിൽ നിന്ന് മുട്ടുന്നവയുമായ സ്തനങ്ങളെ നിർമ്മിച്ച മന്മഥൻ നിന്തിരുവടിയുടെ ദേവിയുടെ അതികൃശമായ മധ്യപ്രദേശം ആ കുജപർവ്വതങ്ങളുടെ ഭാരത്താൽ പൊട്ടിപ്പോകുമോ എന്ന് വിചാരിച്ച് രക്ഷിക്കാനായി 3 ലവലീവല്ലികളാൽ ഇതിനെ ചുറ്റിക്കെട്ടിയിരിക്കുന്നു എന്ന് തോന്നും വണ്ണം ഈ വലിത്രയം ശോഭിക്കുന്നു. ലളിതാ സഹസ്രനാമത്തിൽ പറഞ്ഞിട്ടുണ്ട്, ദേവി സ്തനഭാര ദളന്മധ്യ പട്ടബന്ധി വലിത്രയ എന്ന്. സ്തനഭാര ദളന്മധ്യ പട്ടബന്ധ വലിത്രയാകുന്നു. അപ്പം ഇങ്ങനെ എന്താ പറയുന്നത്, അതും ആ ദേവിയുടെ സ്തനങ്ങളും എന്താണ്, ഈ ലോകത്തിന് ഐശ്വര്യം കൊടുക്കുന്നതാണ്. കാരണം ഈ ജഗത്തിലെ എല്ലാ മക്കൾക്കും സ്തന്യം കൊടുക്കുന്നതാണ് ദേവിയുടെ സ്തനങ്ങൾ.
അപ്പോൾ അതും നമുക്ക് ഐശ്വര്യം തരുന്നതാണ്. കുജൗ സദ്യ സിദ്ധ്യത്തടഘടിത കൂർപ്പാസപിതരൗ കഷന്തൗ ദോർമൂലേ കനകകലശാഭൗ കലയത തവത്രാതും ഭംഗാതലമിതി വലഗ്നം തനുഭുവ ത്രിധാനദ്ധം ദേവി ത്രിവലി ലവലീ വല്ലിഭിരിവ. എല്ലാവർക്കും മഹാദേവിയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.